Hello friends, in this video, we will assistant engineer mechanical candidates exam previous year questions discuss. This question paper question paper code 050/2023 date of exam 18th 6/2023 അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൽഫ കോഡ് എയിൽ വരുന്ന 13th തൊട്ട് 24th വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 13th ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ മോർ സർക്കിൾ ഇൻ എ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ? Maximum shear is at the top and bottom of the circle. Maximum shear stress is equal to the radius of the circle. Principal stresses are located at the horizontal axis where shear is 0. Maximum shear stress is equal to twice the radius of the circle. Now, we more circle, we x axis principal stresses mark more circle figure diagram. Here, x axis principal stresses, maximum and minimum principal stresses, major and minor principal stresses mark. Y axis shear stresses mark. Now, more circle y coordinate point consider ആ പോയിന്റിന്റെ സർക്കിളിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അതിന്റെ y കോർഡിനേറ്റ് ആണ് അവിടുത്തെ ഷിയർ സ്ട്രെസ് തരുന്നത്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ y ആക്സിസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോർ സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ മോർ സർക്കിൾ റെപ്രസെന്റ്സ് ദ ഷിയർ സ്ട്രെസ്. Points on the circle with the largest absolute value of the shear stress coordinate are located at the very top and bottom of the circle. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഏതൊരു സർക്കിളിൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഷിയർ സ്ട്രെസ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ y ആക്സിസിന് പാരലലും ആയിരിക്കും. ഇനി മാക്സിമം വാല്യൂ നമുക്ക് കിട്ടണമെങ്കിലോ കറക്റ്റ് ഈ സെന്ററിൽ വരുന്ന ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കലി മുകളിലോട്ട് എടുക്കുമ്പോഴാണ് മാക്സിമം, അതായത് സർക്കിളിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റും ബോട്ടം മോസ്റ്റ് പോയിന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. The magnitude of this maximum in plane shear stress is equal to the radius of the Mohr circle. ഈ ഒരു maximum height വരുന്നത് it will be equal to the radius of the circle. സെന്ററിൽ വരുന്ന, അതായത് മോർ സർക്കിളിന്റെ സെന്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം പൊസിഷൻസിലാണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. Principal stresses are the maximum and minimum normal stresses acting on the planes where the shear stress is 0, representing orientations where stress is purely normal and not shearing. In Mohr circle, these planes correspond to the points where the circle intersects the normal stress axis and the shear stress is 0 at those points. When നമ്മൾ പ്യുവർ ആയിട്ടുള്ള നോർമൽ സ്ട്രെസ് മാത്രമാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് കറസ്പോണ്ടിങ് വാല്യൂസ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ചേ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ സർക്കിൾ, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അതും കറക്റ്റ് ആയിട്ട് കിട്ടി. Principal stresses are located at the horizontal axis where shear is 0, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മാർക്ക് ചെയ്യുന്നത്. അതും പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം ആ തേർഡ് പോയിന്റും കറക്റ്റ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അത് തെറ്റാണ്. അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് 1, 2 and 3 ആണ്. അപ്പം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A metallic cube of side 5 cm is triaxially loaded with 50 kN, 75 kN tensile loads and 100 kN compressive load in the x, y and z directions respectively. If the Poisson's ratio is 0.25 and Young's modulus is E Newton per mm square, volumetric strain will be. അപ്പം നമ്മളിതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ നേരം നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ വരത്തില്ല. അപ്പം എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, നമുക്ക് ഒരു ഒബ്ജക്റ്റേൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യൂബയിൽ 5 സെന്റിമീറ്റർ സൈസുള്ള ക്യൂബയിൽ 3 ഡയറക്ഷനിൽ 3 ലോഡുകളാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഡയറക്ഷനിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. അപ്പം എക്സ് ഡയറക്ഷനിലുള്ള ലോഡ് 50 kN ആണ്. നമുക്ക് ഏരിയ കിട്ടുന്നത് ക്യൂബ് ആകുമ്പോൾ ഈക്വൽ സൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 5 സെന്റിമീറ്റർ ആണ് സൈസ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ mm കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏരിയ 2500 mm² കിട്ടി.
അതേപോലെ തന്നെ നമ്മൾ y ഡയറക്ഷനിൽ z ഡയറക്ഷനിൽ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി വോളിമെട്രിക് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിമെട്രിക് സ്ട്രെയിനിന്റെ ഇക്വേഷൻ ആണ്, സ്ട്രെസ് നമുക്കറിയാം, സ്ട്രെസ് പോയിസൺസ് റേഷ്യോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അറിയാമെങ്കിൽ നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1 - 2 ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ ഇസഡ്. സിഗ്മ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സ്ട്രെസ്സുകളും ന്യൂ പോയിസൺസ് റേഷ്യോ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഈ ആയിട്ട് തന്നെ ഇട്ടാൽ മതി. ന്യൂവിന്റെ വാല്യൂ നമുക്ക് 0.25, പോയിസൺസ് റേഷ്യോ 0.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇനി ഇവിടെ നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നേരം എക്സ് ഡയറക്ഷനിലെ വൈ ഡയറക്ഷനിലെ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നുണ്ട്, സെഡ് ഡയറക്ഷനിലെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നുണ്ട്. കംപ്രസീവ് സ്ട്രെസ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് ആഡ് ചെയ്യാൻ നേരം നമുക്ക് -40 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് നമുക്ക് 10 Nm/mm² കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 5/E എന്നാണ് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻസിൽ ഈ ഒരു വാല്യൂ തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് 5/E എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. For a cantilever beam of length L with uniformly distributed load W per unit length and a point load W at the free end, bending moment at a distance x from the free end is given by. അപ്പോൾ ആദ്യം നമുക്ക് റഫ് ആയിട്ട് ഇതിന്റെ ഒരു സ്കെച്ച് വരച്ച് നോക്കാം. ഇവിടെ നമുക്കൊരു കാന്റിലിവർ ബീം ഉണ്ട്, ബീമിൽ നമുക്കൊരു UDL ഉണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് W per യൂണിറ്റ് ലെങ്ത് എന്നാണ്. ഇപ്പോൾ W per മീറ്റർ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ എൻഡിൽ നമുക്ക് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് W ഉണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഇതിന്റെ എക്സ് ഡിസ്റ്റൻസ് മാറി, എൻഡിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി ഉള്ള ബെൻഡിങ് മൊമെന്റ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ആദ്യം കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് എഴുതുവാണെങ്കിൽ നമുക്ക് W ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ് എന്ന് കിട്ടി. ഇനി UDL കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? W ഇൻറ്റു എക്സ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ വരാൻ പോകുന്നത് എവിടെ നിന്നായിരിക്കും? എത്ര ഡിസ്റ്റൻസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ സെന്ററിലായിരിക്കും ഈ ഒരു UDL നമ്മൾ ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇൻറ്റു x/2 കൂടെ ചെയ്യണം. അപ്പം നമുക്ക് W ഇൻറ്റു x²/2 എന്ന് കിട്ടി. UDL കാരണമുള്ളത്, കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണമുള്ളത് W ഇൻറ്റു XY. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നമുക്ക് വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WX²/2 പ്ലസ് W ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ട് കിട്ടും. 16ാമത്തെ ക്വസ്റ്റ്യൻ. A metallic rod of uniform diameter and length L with coefficient of thermal expansion alpha and Young's modulus E is constrained between two rigid walls. If the temperature rises delta T, the thermal stress developed in the rods. ഇവിടെ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കൺസ്ട്രെയിൻഡ് ബിറ്റ്വീൻ ടു റിജിഡ് വാൾസ് എന്ന്. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ മെറ്റൽ റോഡിൽ എക്സ്പാൻഷൻ ഉണ്ടാകും, പക്ഷെ രണ്ട് എൻസിലും കൺസ്ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ഈ എക്സ്പാൻഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തെർമൽ സ്ട്രെസ് ഈ റോഡിനുള്ളിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. The walls induce a compressive strain to maintain the original length. For the net length change to be 0, mechanical strain must be equal in magnitude to the thermal strain. അപ്പോൾ ഈ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം എത്രത്തോളം എക്സ്പാൻഷൻ അതിൽ ഉണ്ടാകണോ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുവാണ്. അതായത് ഈ വാൾസ് എൻസ് റീസ്ട്രെയിൻഡ് ആയതുകൊണ്ട് അത്രയും സ്ട്രെയിൻ റെസ്ട്രിക്ട് ചെയ്യുവാണ്. അപ്പോൾ എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ തെർമൽ സ്ട്രെയിൻ. ഇനി തെർമൽ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? If the change in temperature is delta T, thermal strain will be equal to alpha into delta T. ഇവിടെ ആൽഫ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. അത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനിയും ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് തെർമൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം അതിൽ നിന്നും സ്ട്രെസ് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ ചെയ്താൽ മതി. അപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി ആയിരിക്കും നമ്മുടെ തെർമൽ സ്ട്രെസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത്, uniform circular solid shaft with diameter 2 cm is subjected to a torque of 40 Nm. The shear stress is in Nm/mm² at the periphery of the shaft is equal to. അപ്പോൾ ഇവിടെ നമ്മുടെ ഷാഫ്റ്റിന്റെ ടോർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എന്തായിരുന്നു? G∅L is equal to τ/r is equal to torque by J. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം J കണ്ടുപിടിക്കാം. ഇപ്പൊ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ J കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ കേസ് ഓഫ് എ സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ഇസ് πd⁴/32. ഡയമീറ്റർ 2 cm എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ MM-ൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ 5000 പൈ എന്ന് കിട്ടും. അപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം ഓപ്ഷനിൽ പൈയുടെ ടേംസിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ എന്നുള്ള 2 ടേംസ് മാത്രം എടുത്താൽ മതി. ഇതിൽ നിന്ന് ടോ മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെരിഫറിയിലെ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെരിഫറിയിലെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ റേഡിയസ് നമുക്ക് മാക്സിമം റേഡിയസ് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ടോ മാക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ ബൈ ജെ കിട്ടും. ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 40 ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്ക് ഷിയർ സ്ട്രെസ് ന്യൂട്ടൺ പെർ MM സ്ക്വയറിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ എല്ലാം ന്യൂട്ടൺ MM എന്ന ടേംസിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള ന്യൂട്ടൺ MM ആക്കുമ്പോൾ നമുക്ക് 40,000 എന്ന് കിട്ടും. ഇൻറ്റു റേഡിയസ്, ഡയമീറ്റർ 2 ആണെങ്കിൽ റേഡിയസ് 1 ആയിരിക്കുമല്ലോ. അപ്പോൾ അതും MM-ന്റെ ടേംസിൽ എഴുതി ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോ മാക്സ് 80/π ന്യൂട്ടൺ പെർ MM സ്ക്വയർ എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻസിലെ യൂണിറ്റോട് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത്, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നമുക്ക് കിട്ടി. Which of the following relationships hold good among modulus of elasticity, modulus of rigidity and bulk modulus? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആയിരുന്നു. ഈ നമ്മുടെ ഈ മോഡലായി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം നമുക്ക് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട 3 റിലേഷൻഷിപ്സ് ആണ്. E is equal to 9 kg by 3k plus g, E is equal to 2g into 1 plus nu and E is equal to 3k into 1 minus 2 nu. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. E is equal to 9 kg by 3k plus g. A rectangular block of height h, length L and depth d is rigidly fixed at the bottom. അതായത് ലെങ്ത് ബൈ ഡെപ്ത് എന്നുള്ള ഫേസിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. When the tangential force P acts at the top face of the block parallel to the length L, linear deformation at the top is delta L. What will be the shear strain of the block? നമുക്ക് ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് ഇരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് ബൈ ഡി ഫേസ് ആണ് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് വരുന്നത് h ആണ്. ഈ ലെങ്ത് ഫേസിന് പാരലൽ ആയിട്ടാണ് ടോപ്പ് സർഫസിൽ ഈ ലാറ്ററൽ ലോഡ് P അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇതിനൊരു ഡിഫ്ലക്ഷൻ ഡെൽറ്റ L സംഭവിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഷിയർ സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ഷിയർ സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് എ മെഷർ ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ an object experiences when subjected to a tangential force. നമ്മൾ ഇക്വേഷൻ വൈസ് എഴുതാൻ നേരം എത്രത്തോളം ഡീഫോർമേഷൻ ഉണ്ടായോ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നമ്മൾ ഇടുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡീഫോർമേഷൻ ഉണ്ടാവുന്നു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. ഇറ്റ് ഇസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ദാറ്റ് റെപ്രസെന്റ്സ് ദ റേഷ്യോ ഓഫ് ലീനിയർ ഡീഫോർമേഷൻ ഡെൽറ്റ എൽ. ഈ കേസിൽ ഡെൽറ്റ എൽ ആണ് ഇവിടുത്തെ ലീനിയർ ഡീഫോർമേഷൻ. പാരലൽ ടു ദ ഫോഴ്സ് to the original dimension perpendicular to the force application. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ h ആണ് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം നമുക്ക് ആൻസർ വരാൻ പോകുന്നത്, അതായത് ഷിയർ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എച്ച്. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A square bar of 40 mm size is subjected to a sudden tensile load of 80 kN. The instantaneous stress in MPa induced in the bar will be the capital MPa ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലോഡ് ബൈ ഏരിയ ആണ്. ഇപ്പം ലോഡ് നമുക്ക് 80 കിലോ ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. MPa വേണമെങ്കിൽ, അതായത് നമുക്ക് പാസ്കൽ, മെഗാ പാസ്കൽ. അപ്പൊ പാസ്കൽ നമുക്ക് വരുന്നത് ന്യൂട്ടൺ പെർ MM സ്ക്വയറിലാണ്. അപ്പൊ ആ ഒരു യൂണിറ്റ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 80 കിലോ ന്യൂട്ടൺ എന്നുള്ളത് 80,000 ന്യൂട്ടൺ എഴുതി ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് വരാൻ പോകുന്നത്, ഇവിടെ സ്ക്വയർ ബാർ ആണ്, 40 mm സൈസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏരിയ വരാൻ നേരം 40 × 40 mm സ്ക്വയർ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 50 ന്യൂട്ടൺ പെർ MM സ്ക്വയർ എന്ന് കിട്ടി. അതായത് 50 പാസ്കൽ എന്നാണ്, 50 മെഗാ പാസ്കൽ എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി the section modulus of a rectangular beam with a breadth of 6 cm and depth of 2 cm? ഇപ്പോൾ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കണം. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്, ബ്രെഡ്ത്തും ഡെപ്തും തരുന്നുണ്ട്. ഇപ്പോൾ സെക്ഷൻ മോഡുലസ് ഇൻ കേസ് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് BH²/6, BD²/6 എന്ന് വിളിക്കാം. ബി നമ്മുടെ വിഡ്ത്ത് ആണ്, അത് 6 cm എന്ന് തരുന്നുണ്ട്. ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 cm എന്നും പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം നമുക്ക് 4 cm³ എന്ന് ആൻസർ കിട്ടും.
The correct answer is option A, 4 centimeter cube. അടുത്ത question. For the shear force S and bending moment M of a beam, which of the following is correct? ഓക്കെ, നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് is equal to shear force എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫോർ എ ബീം ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ് ഷിയർ ഫോഴ്സ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ബീംസ് ലെങ്ത്. അപ്പം നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കുവാണെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നിടത്ത് ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ടെക്നിക്കലി പറയാൻ നേരം ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് വിത്ത് കറസ്പോണ്ടിങ് ടു ദ ബീംസ് ലെങ്ത്. അപ്പോൾ ബീംസ് ലെങ്ത് നമ്മൾ എക്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു dm/dx. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ ബി ആണ്. What will be the deflection in meters at the center of a simply supported beam of span 2 meter when a point load of 36 kilonewton is applied at the center, where E is in kilopascal and I is in m raised to 4? അപ്പോൾ ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഓരോ ടൈപ്പ് ബീം, കാൻറ്റിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതിലൊക്കെ ഓരോ ലോഡ് കണ്ടീഷൻസ് വരാൻ നേരം എത്രത്തോളം ഡിഫ്ലക്ഷനും സ്ലോപ്പും വരും എന്നത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് തിയററ്റിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ സെന്റർ ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരം ഡിഫ്ലക്ഷൻ, മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന ഇക്വേഷനാണ് PL/48TI. പി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലോഡ്, എൽ എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്തുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ 36 kilonewton എന്നാണ് തന്നിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ അല്ലെങ്കിൽ സ്പാൻ ഓഫ് ദ ബീം എന്ന് പറയുന്നത് 2 meters ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് 48 into EI. ഈ ഇവിടെ തന്നിരിക്കുന്നത് ഈ കിലോ പാസ്കലിൽ വേണം എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിലോ പാസ്കലിൽ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. I m മീറ്റർ റേസ്ഡ് 4 യൂണിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കിലോ പാസ്കലിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂമറേറ്ററിലുള്ളത് നമ്മൾ കിലോ ന്യൂട്ടൺ ആണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ആയി പൊക്കോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6/EI എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. The Euler's theory of columns is valid when slenderness ratio is greater than or equal to root of pi square E by sigma c, crushing stress is greater than or equal to buckling stress, column is short, crushing stress is less than buckling stress. അപ്പോൾ എന്തായിരുന്നു ഈ യൂളേഴ്സ് തിയറി? നമ്മൾ കോളം അനാലിസിസ് പഠിക്കാൻ നേരം കോളം എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നതാണ് ഈ ഷോർട്ട് കോളം, ലോങ് കോളം ഒക്കെ. അവിടെ ഈ സ്ലെൻഡർനെസ് റേഷ്യോ എന്നൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഈ സ്ലെൻഡർനെസ് റേഷ്യോ ഹൈ ആയിട്ടുള്ള കോളംസിനെയാണ് നമ്മൾ ലോങ് കോളംസ് അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്ന് വിളിക്കുന്നത്. സ്ലെൻഡർ കോളംസിൽ ഫെയിലിയർ നടക്കുന്നത് ബക്ലിംഗ് വഴിയാണ്. അപ്പം ഷോർട്ട് കോളം ആണെങ്കിൽ ക്രഷിംഗ് വഴിയുള്ള ഫെയിലിയറും സ്ലെൻഡർ കോളം ആണെങ്കിൽ ബക്ലിംഗ് വഴിയുള്ള ഫെയിലിയറുമാണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ബക്ലിംഗ് വഴി ഫെയിൽ ആകുന്ന സ്ലെൻഡർ കോളംസിലാണ് നമ്മൾ യൂളേഴ്സ് തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആദ്യം ഓർത്തിരിക്കേണ്ടത്, ഈ ബക്ലിംഗ് വഴി ഫെയിൽ ആകുവാണെങ്കിൽ കോളംസിൽ ആദ്യം എത്തുന്നത് ബക്ലിംഗ് സ്ട്രെസ് ആയിരിക്കും. അതായത് ബക്ലിംഗ് സ്ട്രെസ് കോളത്തിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, ലോഡ് അതിൻ്റെ ബക്ലിംഗ് കപ്പാസിറ്റിയിൽ അതിനെ ക്യാരി ചെയ്യുന്ന ബക്ലിംഗ് സ്ട്രെസ് എത്തിക്കഴിയുമ്പോൾ അത് ഫെയിൽ ആകും. അപ്പോൾ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ബക്ലിംഗ് സ്ട്രെസ്സിനെക്കാട്ടിലും ഒരുപാട് കൂടുതലായിരിക്കും. Euler's theory for columns is valid for columns subjected to pure axial compression where failure occurs due to buckling rather than material crushing, meaning slenderness ratio is high. It applies to long slender columns where buckling occurs before the material's ultimate compressive strength is reached. അപ്പോൾ ക്രഷിംഗ് വഴിയല്ല ഫെയിലിയർ ഉണ്ടാകുന്നത്, ബക്ലിംഗ് വഴിയാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബക്ലിംഗ് സ്ട്രെസ്സിന്റെ വാല്യൂ വിൽ ബി ലെസ് ദാൻ ക്രഷിംഗ് സ്ട്രെസ്. കാരണം ആദ്യം തന്നെ ബക്ലിംഗ് സ്ട്രെസ്സിന്റെ വാല്യൂ എക്സീഡ് ചെയ്യുമ്പോൾ അത് ബക്കിളായി ഫെയിൽ ആകുന്നു. ക്രഷിംഗ് സ്ട്രെങ്ത് കുറച്ചുകൂടെ ഉണ്ടാകും. അതുകൊണ്ട് ക്രഷിംഗ് വഴി ഇത് ഫെയിൽ ആകത്തില്ല, ബക്ലിംഗ് വഴിയാണ് ഫെയിൽ ആകുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇപ്പൊ ഏതാ? ക്രഷിംഗ് സ്ട്രെസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബക്ലിംഗ് സ്ട്രെസ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. ക്രഷിംഗ് സ്ട്രെസ് എപ്പോഴും സ്ലെൻഡർ കോളംസിന്റെ കേസിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ബക്ലിംഗ് സ്ട്രെസ്. ഇനി സ്ലെൻഡർനെസ് റേഷ്യോയുടെ ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. സ്ലെൻഡർനെസ് റേഷ്യോ എന്തുവായിരുന്നു? എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതൊക്കെ നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നത്. പെൽ എഫക്റ്റീവ് ബൈ കെ എന്ന് എഴുതാം. ഈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ മിനിമം ബൈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ.
ഇത് നമുക്ക് യൂളേഴ്സ് ഇക്വേഷനും യൂളേഴ്സ് തിയറി നമ്മൾ പഠിക്കാൻ നേരം അവിടുത്തെ യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ L എഫക്റ്റീവ് സ്ക്വയർ. അപ്പം നമ്മൾ ഈ ടേംസ് അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് വിൽ ബി ഈക്വൽ ടു പൈ സ്ക്വയർ EA ബൈ ലാംഡ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് P അതായത് യൂളേഴ്സ് ലോഡ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ E ബൈ ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. P ലോഡാണ്, ലോഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടി. അപ്പം ക്രിപ്ലിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ബക്ലിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ E ബൈ ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. റൂട്ട് ഓഫ് പൈ സ്ക്വയർ E ബൈ സിഗ്മ സി. ഇവിടെ സിഗ്മ സി എന്ന് പറയുന്നത് ബക്ലിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് സ്ട്രെസ് ആണ്. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് പൈ സ്ക്വയർ E ബൈ സിഗ്മ സി. ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ക്രഷിംഗ് സ്ട്രെസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബക്ലിംഗ് സ്ട്രെസ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ കോളം ഇസ് ഷോർട്ട്. അത് ഷോർട്ട് കോളംസിൽ നമ്മൾ യൂളേഴ്സ് തിയറി അപ്ലൈ ചെയ്യാറില്ല. സ്ലെൻഡർ അല്ലെങ്കിൽ ലോങ് കോളംസിലാണ് നമ്മൾ യൂളേഴ്സ് തിയറി അപ്ലൈ ചെയ്യുന്നത്. ക്രഷിംഗ് സ്ട്രെസ് ഇസ് ലെസ് ദാൻ ബക്ലിംഗ് സ്ട്രെസ്. അതും തെറ്റാണ്. കോളം ഫെയിൽ ചെയ്യുന്ന ബക്ലിംഗ് സ്ട്രെസ്സിലാണ്. അതുകൊണ്ട് തന്നെ ബക്ലിംഗ് സ്ട്രെസ് ആയിരിക്കും അവിടെ കുറവ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് വരാൻ പോകുന്നത് ഏതാ? ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാം പേപ്പറിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ 13 to 24. അപ്പം മറ്റ് ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.